ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലിജു കൃഷ്ണയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ആ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ആ സമയത്ത് ആ സിനിമയുടെ ഭാഗമായിട്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? ആ സമയം ഒരു വലിയ പാൻഡമിക് നടക്കാണ്. അവർക്ക് അവരുടെ സിനിമ കംപ്ലീറ്റ് ചെയ്യണം, അത് ഇറക്കുന്നത് വരെ അവർക്ക് മനസ്സിലായി എന്നെ റേപ്പാണ് ചെയ്തിരിക്കുന്നതെന്നും ഞാൻ സാധാരണ ഞാൻ കൃത്യമായ എഡ്യൂക്കേഷൻ ഉള്ള ഒരു വുമൻ ആണെന്നും കൃത്യമായ പ്രതികരണ ശേഷിയുള്ള ഒരു വുമൻ ആണെന്നും എന്നെ കൊന്നാലും കൊല്ലുന്നതിന് മുന്നേ ജീവനോടുകൂടി എന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞാല് ഞാനിത് പുറത്ത് ശബ്ദിക്കുമെന്നും നിയമപരമായി മുന്നോട്ട് പോവുമെന്നും എനിക്ക് ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറി പരിചയമില്ല. ഞാൻ പക്ഷെ കേസ് കൊടുക്കുമെന്നും ഇത് ലീഗലി ഇതിനെ നേരിടുമെന്നും അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്നെ 2 വർഷം ഒപ്രസ് ചെയ്തു വെച്ചു. 64 കിലോ ശരീരഭാരത്തിൽ നിന്ന് ഞാൻ 28 കിലോ ശരീരഭാരത്തിലെത്തി. ആ സമയത്ത് ആരും ഇതുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇതിനെ കുറിച്ച് ആരും ഒന്ന് പ്രതികരിക്കുക കൂടി ഇല്ലായിരുന്നോ താങ്കളോട്? അവര് നിരന്തരം എന്നെ പല രീതിയിൽ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരൊക്കെ? അവസാനമൊക്കെ ആയപ്പോ വിവാഹ വാഗ്ദാനം നൽകുന്നു, പൈസ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നു, പിന്നീട് അങ്ങനെ പല 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 കാര്യങ്ങൾ നടക്കുന്നു. നോക്കൂ, ഇതൊക്കെ ഒരു പാറ്റേണാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ലിജുവിന്റെ ഭാഗത്തു നിന്നും ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ താങ്കൾക്കുണ്ടായി. അതിനപ്പുറം ഒരു പക്ഷേ ഈ കേസ് കൊടുക്കുന്നതിന് മുൻപും അതിനുശേഷവും ഇപ്പോൾ വിവാഹ വാഗ്ദാനം ചെയ്യുന്നു, പണം വാഗ്ദാനം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, അത് ഈ ലിജുവിന്റെ ഭാഗത്തു നിന്ന് മാത്രമാണോ അതോ മറ്റാരെങ്കിലും ഈ രീതിയിൽ താങ്കളെ സമീപിച്ചിട്ടുണ്ടായിരുന്നോ? ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ സുഹൃത്തെന്ന് തന്നെ പറയുന്നുണ്ട് ഒരു വ്യക്തിയുണ്ട്. അയാൾ പറയുന്നത് ഇവര് പറയുന്ന ഈ കേസിന് ശേഷം തന്നെ അയാളുടെ കൂടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എന്തോ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെ പുറത്തു വന്നിട്ട് ഇയാളെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഇയാള് സ്ത്രീകളെ അതിക്രൂരമായി ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ്, ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത്രയും ചൂഷണം ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യും, പിന്നീട് മറ്റൊരാളെന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ അതിനെയൊക്കെ പ്രതിരോധിച്ചു. പക്ഷെ അയാളൊക്കെ ഈ കേസിന്, അതായത് മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ പലരും ഇടപെട്ടു, മനസ്സിലായോ? പല തരത്തിലും എന്നെ ഒരു വുമനെ ആവുമ്പോ പെട്ടെന്ന് സമൂഹത്തിൽ പലതും പറഞ്ഞ് ഈ ഒരു കാര്യമായതുകൊണ്ട് പലതും പറഞ്ഞ് പേടിച്ചു ഒരിടത്തേക്ക് ഒപ്രസ് ചെയ്യാൻ എളുപ്പമാണ്. ഞാനപ്പോഴത്തേന് സിവിയർ ആയിട്ടുള്ള ട്രോമയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സമൂഹത്തിൽ ആരെയും ഞങ്ങൾ നോക്കൂ, ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ഇവിടുത്തെ ആണുങ്ങളെ നന്നാക്കുക എന്നുള്ളത്. ഇവിടെ ഒരുത്തന്മാര് നന്നാവേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുത്തന്മാരെ നന്നാക്കേണ്ട ആവശ്യം ഇവിടുത്തെ സ്ത്രീകളുടേതല്ല, നന്നാക്കാൻ പോകുന്നതും ഇല്ല. പിന്നെ ഞങ്ങളുടെ മീഡിയാസിൽ വന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുതരം റെപ്രസെന്റേഷൻ ആണ്. ഇങ്ങനെ മാത്രം ശബ്ദിച്ച് മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത ഇരയാക്കപ്പെടാൻ പോകുന്ന കുട്ടികൾ എങ്കിലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇരയാക്കപ്പെടാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിപ്പോൾ നിയമ നടപടികൾ മുന്നിലേക്ക് പോവുകയല്ലേ? അതെ, നിയമപരമായിട്ട് എന്റെ കാര്യങ്ങൾ മുന്നോട്ട് തന്നെ ഈ ഒരു കാലയളവിനിടയ്ക്ക് എപ്പോഴെങ്കിലും താങ്കൾ കേസ് കൊടുത്തതിന് ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ഫോൺ കോളോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് ഒഴിയണം, ഒരുപക്ഷെ 2022 ലിജു അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനൊന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. നിങ്ങൾ എന്തായി വിചാരിക്കുന്നത്? എന്റെ കേസിന് ശേഷം WCCക്കെതിരെ വന്നിരുന്നിട്ട് പ്രസ് മീറ്റിംഗ് നടത്തിയിരുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല, അത് അവന്മാർക്ക് തന്നെ അറിയാം. പക്ഷേ WCC ഒക്കെ അവന്മാരൊക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കഴിഞ്ഞ ഇത്രയും വർഷക്കാലത്തില് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഈ ഇൻഡസ്ട്രിയിലുള്ള മിസോജിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളോ AMMയിലുള്ള സ്ത്രീകളോ അതുപോലെ തന്നെ ഈ സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ ഒന്നും WCC എന്നൊരു വാക്ക് ഇവിടെ ഉച്ചരിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ സൂപ്പർ സ്റ്റാർ എന്താണ് പറഞ്ഞത്? WCCയും അമ്മയെയും ഒക്കെ നിങ്ങൾ വെറുതെ വിടൂ എന്നാണ്. നോക്കൂ, WCC എന്ന് ഉച്ചരിക്കാൻ ഇപ്പൊ പഠിച്ചു എന്നുള്ളതാണ്. അപ്പൊ അന്നും ഇന്നും ഇവർ ഈ സ്ത്രീകളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഭയപ്പെടുന്നത് എപ്പോഴാണ്? കുറ്റം ചെയ്യുമ്പോഴാണ് ഭയപ്പെടുന്നത്. ഒന്നുകിൽ കുറ്റം ചെയ്യണം, ഇല്ലെങ്കിൽ അബ്യൂസ് ചെയ്തവരുടെ ഒപ്പം നിന്നിട്ടുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അബ്യൂസേഴ്സിനോടൊപ്പം അനുഭവമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും. എന്തായാലും താങ്കൾ പ്രതികരിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. കാരണം മുൻപും താങ്കൾ പ്രതികരിച്ചു. പറയൂ. ഞാൻ പ്രധാനമായിട്ട് ഇതൊന്നുമല്ല പറയാൻ വന്നത്. ഈ FIR ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ കുറ്റം ആര് ചെയ്തു കഴിഞ്ഞാൽ, അത് എന്ത് തരത്തിലുള്ള കുറ്റങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യൻ ഭരണഘടന പ്രകാരം അത് കുറ്റം തന്നെയാണ്. അത് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥിതി മുന്നോട്ട് അവരെ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ ഒരു അടയ്ക്ക മോഷ്ടിച്ച കേസിലോ അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഒരു സാധനം കട്ടെടുത്തതിന്റെ പേരിൽ വരെയുള്ള മനുഷ്യരെ അറസ്റ്റ് ചെയ്ത് അവനെ ഇടിച്ച് ഇഞ്ച പരുവാക്കുന്ന പോലീസാണ് ഇവിടെ ഉള്ളവര്. എന്റെ ചോദ്യം, ഞാനൊക്കെ കേസ് കൊടുത്തത് സാധാരണ ഒരു സ്റ്റേഷനിൽ പോയിട്ടാണ് കൊടുത്തത്. മനസ്സിലായോ? അന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് പോയത്. അതായത് നമ്മള് പോയി കേസ് കൊടുത്ത് നമ്മൾ അതിന്റെ പിന്നാലെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് എല്ലാരും ചെയ്യുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം IPSകാരാണ് ഇതിലുള്ളത്, അന്വേഷണ സംഘമുണ്ട്. ഓരോ സർവൈവേഴ്സിനും പ്രത്യേകം മൊഴിയെടുക്കാൻ IPSകാരും അന്വേഷണ സംഘത്തിലുള്ളവരുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും